ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചെറിയ വീടിൻ്റെ പ്ലംബിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. അധികം കോംപ്ലിക്കേഷൻ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറയാനായിട്ട് ഞാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ വർക്ക് തുടങ്ങാൻ പോവാണ് കേട്ടോ. ഒരു വീടിൻ്റെ പ്ലംബിങ്ങിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ക്ലോസറ്റ് ഫിറ്റിങ്, അതുപോലെ വാഷ് ബേസ്, ടാങ്ക്, ടാപ്പുകൾ, അതുപോലെ പൈപ്പ് ഇടുന്നത്, ക്ലോസറ്റിൻ്റെ പൈപ്പ് ഇടുന്നത്, അങ്ങനെ എല്ലാം ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓരോന്നും സെപ്പറേറ്റ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യേണ്ടതാണ്. എന്നാലും എല്ലാത്തിനെയും പറ്റി ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. ആദ്യം നമ്മൾ ചെയ്യുന്നത് വീടിൻ്റെ പുറത്തുള്ള പണികളാണ്. അതായത് ക്ലോസറ്റിൻ്റെ പൈപ്പും അതേപോലെ തന്നെ ടാങ്കിൽ നിന്ന് പൈപ്പ് അടിച്ചിറക്കാനുള്ളതും അതൊക്കെയാണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്ലോസറ്റിൻ്റെ പൈപ്പ് അതിൻ്റെ കുഴിയിൽ കൊണ്ടുപോയി ഇടുക എന്നുള്ളതാണ്. അപ്പോൾ അതിനായിട്ട് മണ്ണെല്ലാം കളിച്ചിട്ടുണ്ട്. ഏകദേശം ഒരു അടി 1.5 അടിയോളം താഴ്ചയിലാണ് ഇവിടെ മണ്ണ് കളിച്ച് എടുത്തിട്ടുള്ളത്. ക്ലോസറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പും വേസ്റ്റ് പോകാനുള്ള 2 ഇഞ്ച് പൈപ്പും പൊതുവേ ഞാൻ ഒട്ടിച്ച് കൊടുക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ അടയാനുള്ള സാധ്യത വളരെ കുറവാണ്. നന്നായിട്ട് സ്ലോപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പ്രഷറൊന്നും ഇല്ലാത്തതുകൊണ്ട് ലീക്ക് ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. പിന്നെ ഇത് ഒട്ടിച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വ്യത്യാസം വരുത്തണമെന്നുണ്ടെങ്കിൽ, അതേപോലെ ഒന്ന് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊന്ന് ഊരിയെടുക്കണം എന്നുണ്ടെങ്കിൽ സാധിക്കില്ല. അതുകൊണ്ടാണ് ഒട്ടിച്ച് കൊടുക്കാത്തതിൻ്റെ കാരണം. പലരും ഒട്ടിക്കുന്ന ആളുകളും ഉണ്ട് കേട്ടോ. ഈ വീട്ടിൽ 2 ബാത്റൂമാണുള്ളത്. 2 ബാത്റൂമിൻ്റെയും 4 ഇഞ്ച് പൈപ്പും അതേപോലെ തന്നെ 2 ഇഞ്ച് പൈപ്പും വൈറ്റി വെച്ച് ഇതാ ഈ ഭാഗത്തായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. കിളച്ച് മണ്ണെല്ലാം മാറ്റിയതിന് ശേഷം നമുക്ക് നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ചെരുവുണ്ട് എന്ന് മനസ്സിലായാൽ മാത്രമേ പൈപ്പ് ഇടാവൂ. പൈപ്പ് ഇട്ടതിന് ശേഷം പൈപ്പിൻ്റെ മേലെ നമ്മൾ സ്പിരിറ്റ് ലെവൽ വെക്കുമ്പോൾ ചെറിയൊരു ചെരുവ് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പൈപ്പ് ഊരി മാറ്റി വീണ്ടും കളച്ച് ചെരുവാക്കിയിട്ട് വേണം ഇടാൻ. ഇതിലിപ്പോൾ ചെറിയൊരു ചെരുവ് നിങ്ങൾക്ക് ഈ സ്പിരിറ്റ് ലെവലിൽ കാണാൻ പറ്റും. കണ്ടോ? ഈ ഒരു ചെരുവുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ലെവൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ചെരുവിൽ നമുക്ക് കിട്ടും. ഒരിക്കലും ബ്ലോക്ക് ആവാനുള്ള സാധ്യത ഇല്ല. വേസ്റ്റ് കുഴിക്കുള്ള ഗ്യാസിൻ്റെ പൈപ്പ് ഞാനിതാ ഈ ഒരു ടീലായിട്ട് ഡോർ ടീ കണക്ട് ചെയ്തിട്ട് ഈ ബാത്റൂമിൻ്റെ പുറകിലായിട്ട് ഒരു ഡോർ ടീ കണക്ട് ചെയ്തിട്ട് അതിൽ നിന്ന് മുകളിലേക്ക് ഇട്ട് ഗ്യാസ് കണക്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ടോയ്ലറ്റ് പൈപ്പിൻ്റെ കുഴി എടുത്തിട്ടില്ല. അപ്പോൾ കുഴി എടുത്തിട്ടില്ല. അതേപോലെ തന്നെ പുറത്തൊരു ബാത്റൂമും ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ ആ പുറത്തുള്ള ബാത്റൂമിൻ്റെ സൈഡിലായിട്ട് ഗ്യാസിൻ്റെ പൈപ്പ് കണക്ട് ചെയ്യാമെന്നാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകാനുള്ള കുഴി ആൾറെഡി ഇവിടെ ഉള്ളതാണ്. അതിലേക്കാണ് കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ സിങ്കിലേക്കുള്ള വേസ്റ്റിൻ്റെ കുഴി നമ്മൾ സെപ്പറേറ്റ് ഒന്ന് എടുക്കാനുണ്ട്. അതേപോലെ തന്നെ ടോയ്ലറ്റിൻ്റെ കുഴി ഈ ഒരു ഭാഗത്തായിട്ട് കുത്താനാണ് ഉദ്ദേശിക്കുന്നത്. ബാത്റൂമിൻ്റെ വേസ്റ്റ് പോകാനുള്ളതും അതേപോലെ തന്നെ സിങ്കിൻ്റെ വേസ്റ്റ് പോകാനുള്ളതും രണ്ടും 2 കുഴിയായിട്ട് എടുക്കുന്നതാണ് നല്ലത്. കാര്യം എന്താണെന്ന് വെച്ചാൽ സിങ്കിൽ നിന്നുള്ള വേസ്റ്റിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അതുപോലെ ചോറൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ മൂത്രമോ കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അത് രണ്ടും ഒരു കുഴിയിലേക്ക് പോകുന്നത് അത്ര സുഖകരമായിട്ടുള്ള ഏർപ്പാടല്ല. അപ്പോൾ ബാത്റൂമിൽ നിന്നുള്ള വേസ്റ്റിനും അതേപോലെ തന്നെ സിങ്കിൽ നിന്നുള്ള വേസ്റ്റിനും സെപ്പറേറ്റ് ആയിട്ടുള്ള 2 കുഴിയാണ് ഞാൻ പൊതുവെ എടുപ്പിക്കാറുള്ളത്. ടോയ്ലറ്റിൻ്റെ 4 ഇഞ്ച് പൈപ്പും അതേപോലെ തന്നെ 2 ഇഞ്ച് പൈപ്പും നമ്മൾ ഒട്ടിക്കുന്നില്ല. നല്ല പച്ചവെള്ളം കൊണ്ട്, ശുദ്ധമായ വെള്ളം കൊണ്ട് ഒരു തുണിക്കഷ്ണം ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കി ഫിറ്റിങ്സിൻ്റെ തലയും അതേപോലെ തന്നെ പൈപ്പിൻ്റെ അറ്റവും കഴുകി ക്ലിയർ ആക്കിയതിന് ശേഷം നന്നായിട്ട് അടിച്ച് കയറ്റുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ലീക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഞാനിത് ഒട്ടിക്കുമായിരുന്നു പതിവ്. പിന്നീടാണ് ഈ രൂപത്തിലേക്ക് മാറ്റം വരുത്തിയത്. അങ്ങനെ 4 ഇഞ്ച് പൈപ്പും 2 ഇഞ്ച് പൈപ്പും ഇട്ട് കഴിഞ്ഞതിന് ശേഷം ചെറുതായിട്ടൊന്ന് മണ്ണിട്ട് ലെവൽ ചെയ്തതിന് ശേഷം നമുക്ക് ടാങ്കിൽ നിന്നുള്ള പൈപ്പാണ് അടിച്ചിറക്കാനുള്ളത്. അതിന് മുമ്പായിട്ട് കുറച്ച് ഹോളുകൾ ഇട്ട് കൊടുക്കാനുണ്ട്. ചിമ്മിനിയിലാണ് നമ്മൾ ടാങ്ക് വെക്കുന്നത്. അപ്പോൾ ചിമ്മിനിക്കൊരു ഹോളും അതേപോലെ തന്നെ സൺസൈഡിനൊരു ഹോളും ഇട്ട് കൊടുക്കാനുണ്ട്. ടാങ്കിലേക്ക് വെള്ളം ചെന്ന് ചാടാനുള്ളത് 1 ഇഞ്ച് പൈപ്പും ടാങ്കിൽ നിന്നും വെള്ളം ഇറങ്ങി പോരാനുള്ളത് 1.25 ഇഞ്ച് പൈപ്പുമാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. 4-5 ബാത്റൂമൊക്കെ ഉള്ള വീടാണെന്നുണ്ടെങ്കിൽ 1.5 ഇഞ്ചും ഇട്ട് കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ 2 ബാത്റൂം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 1.25 ഇഞ്ച് പൈപ്പാണ് ടാങ്കിൽ നിന്നും വെള്ളം ഇറങ്ങാനായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഹോളാണ് നമ്മളിവിടെ ഇടുന്നത്. ഹോളെല്ലാം കംപ്ലീറ്റ് ആയതിനു ശേഷം നമ്മൾ നൂലടിക്കാൻ പോവുകയാണ്. ഒരു തൂക്കുണ്ടയിൽ നൂല് കെട്ടിയിട്ട് ആ നൂല് ഉജാലയിൽ മുക്കിയിട്ട് ഏറ്റവും മുകളിൽ നിന്നും താഴെ വരെ നമ്മളിട്ട് ലെവൽ ചെയ്ത് നൂലടിക്കുകയാണ്. നൂലടിക്കുമ്പോൾ ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. അതിനുശേഷം നമ്മൾ 1 ഇഞ്ചിൻ്റെ ഒരു ക്ലാമ്പും 1.25 ഇഞ്ചിൻ്റെ ഒരു ക്ലാമ്പും വെച്ച് ഒരു നിശ്ചിത അകലം വെച്ച് നമ്മൾ ക്ലാമ്പിൻ്റെ ഓരോ ആണി ആ നൂലടിച്ച ഭാഗത്തായിട്ട് കറക്റ്റായിട്ട് അടിക്കാം. അതിനുശേഷം ഏതെങ്കിലും ഒരു പൈപ്പ് വെച്ച് നമ്മൾ അടിക്കുകയാണ്. ആദ്യം നമ്മൾ അടിച്ചിട്ടുള്ളത് 1 ഇഞ്ച് പൈപ്പാണ്. 1 ഇഞ്ച് പൈപ്പിൽ വാൾവൊന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റായിട്ട് അടിയിൽ വരെ നമുക്ക് കൊണ്ടുപോയി വെക്കാം. അതേപോലെ തന്നെ 1.25 ഇഞ്ചിൽ നമുക്കൊരു വാൾവ് കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വാൾവ് വെക്കാനുള്ള ഹൈറ്റിൽ അടിയിൽ നിർത്തിയിട്ട് ബാക്കി ഭാഗം മുകളിലേക്ക് വെച്ചിട്ടാണ് നമ്മൾ ക്ലാമ്പ് അടിക്കുന്നത്. ഒട്ടിക്കാനുള്ള പൈപ്പിലും അതേപോലെ തന്നെ ഫിറ്റിങ്സിലും നന്നായിട്ട് സോൾവെൻറ്റ് തേച്ചിട്ട് വേണം നമ്മൾ ഒട്ടിക്കാൻ. ഈ ഭാഗങ്ങളിലൊക്കെ ലീക്കായി കഴിഞ്ഞാൽ നമ്മൾ ആ ക്ലാമ്പെല്ലാം ആദ്യം പറിച്ചെടുത്തിട്ട് വേണം അതിൻ്റെ ലീക്ക് ശരിയാക്കാനായിട്ട്. അതേപോലെ തന്നെ ഒട്ടിച്ച ഫിറ്റിങ്സിൽ ലീക്കായി കഴിഞ്ഞാൽ ആ ഫിറ്റിങ്സ് പിന്നീട് നമുക്ക് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്.
അപ്പോൾ സോൾവെൻറ്റ് തേക്കുന്ന കാര്യത്തിൽ പിശുക്കൊന്നും കാണിക്കാതെ തന്നെ തേച്ച് കൊടുക്കാം. ടാങ്ക് കഴുകി ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പരിപാടിയോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് കുറച്ച് കൂടുതൽ വെള്ളം കിട്ടുന്നതിനും അതേപോലെ ഒന്ന് വണ്ടി കഴുകാനൊന്ന് ഫോഴ്സിൽ വെള്ളം വരുന്നതിനൊക്കെ വേണ്ടിയിട്ട് ചെറിയൊരു സെറ്റപ്പ് ഞാനിവിടെ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ ടാങ്കിൽ നിന്നും ഇറങ്ങുന്ന പൈപ്പിൽ വാൾവ് വെക്കുന്നതിൻ്റെ തൊട്ട് മുമ്പായിട്ട് ഒരു 1.25 ഒന്ന് ടീ കണക്ട് ചെയ്തിട്ട് ആ ടീ ലൈറ്റിൻ്റെ തൊട്ട് ഇപ്പുറത്തായിട്ടൊരു എൽബോ വെച്ച് അടിയിലേക്ക് ഒരു പൈപ്പ് ഇടുകയാണ്. ആ പൈപ്പിലൊരു വാൾവും കൊടുക്കുകയാണ്. അതേപോലെ തന്നെ നേരെ 1.25 ഇറങ്ങുന്നത് നമ്മൾ നേരെ ബാത്റൂമിലേക്ക് പോകുന്ന പൈപ്പും അതേപോലെ തന്നെ സിങ്കിലേക്കൊക്കെ പോകുന്ന പൈപ്പും കണക്ട് ചെയ്യുകയാണ്. അതിൽ നിന്നും അതിൻ്റെ നേരെ മുകളിലായിട്ട് ഒരു എൽബോ വെച്ച് പിന്നെ ഒരു വാൾവ് വെച്ച് അങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറച്ച് വെള്ളം കൂടുതൽ കിട്ടാനൊക്കെ ഉപകരിക്കും. ടാങ്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ മെയിൻ വാൾവ് പൂട്ടി വെച്ച് സൈഡിലുള്ള നമ്മൾ കഴുകാനുള്ള വാൾവ് തുറന്ന് വെച്ചതിന് ശേഷം നമ്മൾ മുകളിലായിട്ട് ഇളക്കി വിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ ടാപ്പുകളിലും അതേപോലെ തന്നെ ടാപ്പുകളിലെ ഫിൽറ്ററിലൊന്നും പോയിട്ട് ഈ ചെളിയൊന്നും അടയില്ല. അങ്ങനെ ഒരു സൗകര്യത്തിനും കൂടി വേണ്ടിയിട്ടാണ് ഈ ഒരു സെറ്റപ്പ് നമ്മൾ ചെയ്യുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ടാങ്ക് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ടാങ്കിൽ ഞാൻ ആൾറെഡി ഹോള് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ആവശ്യമാണെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാതെ നമുക്ക് സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പോൾ ടാങ്ക് ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആദ്യം അതിൻ്റെ ടാങ്ക് ഇരിക്കാനുള്ള ആ ഒരു നിലം ക്ലിയർ ചെയ്തണം. അതായത് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മേലെ സിമെൻറ്റ് നിരത്തുന്നതാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. അതല്ല ഉന്തുമൊയായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിയിലായിട്ട് ചാക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. ഒരു 1.25 ടീയെ നിവർത്തി വെച്ചിട്ടാണ് നമ്മൾ ഒട്ടിക്കുന്നത്. ഒരടിയിൽ താഴെ മാത്രം നീളമുള്ള ഒരു 1.25 പീസാണ് ഇവിടെ ഒട്ടിച്ച് കൊടുക്കുന്നത്. അതിനുശേഷം നമുക്ക് ഓവർഫ്ലോയുടെ പൈപ്പ് ഇടാം. അതായത് ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പൈപ്പ്. ഈ ഒരു പൈപ്പ് കൊണ്ടുള്ള ഉദ്ദേശം പല ആളുകളുടെയും വിചാരം ഇത് ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകാൻ വേണ്ടി മാത്രമാണ് എന്നുള്ളത്. പക്ഷേ അങ്ങനെയല്ല. നേരെ ഒരു എൽബോ എടുത്ത് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ചെയ്യുന്നത് പോലെ ഒരു ടീ കൊടുത്ത് മുകളിലൊരു വേറൊരു ടീ വെച്ച് ചെയ്യാതെ ഡയറക്റ്റായിട്ട് ഒരു എൽബോ വെച്ച് കണക്ട് ചെയ്ത് അടിയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ടാങ്കിൽ എയർ കൊടുക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാവും. ഇലക്ട്രിക്കൽ ഫീൽഡിലുള്ള ആളുകൾക്കൊക്കെ അത് അറിയാമായിരിക്കും. അങ്ങനെ ഒരു പ്രോബ്ലം ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു രൂപത്തിൽ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും മനസ്സിലാക്കി വെക്കുക. ഓവർഫ്ലോക്ക് കൊടുക്കുന്ന ടീയുടെ നേരെ മേലെയായിട്ട് ചെറിയൊരു കഷ്ണം പൈപ്പ് ഇട്ട് അതിൻ്റെ മേലെ ഒരു ടീ നമ്മൾ വെക്കുന്നുണ്ട്. ഈ ടീയുടെ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കാക്കകളൊക്കെ എല്ലിൻ്റെ കഷ്ണങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇട്ടിട്ട് പല സ്ഥലങ്ങളിലും പൈപ്പ് അടഞ്ഞു പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിന് അങ്ങനെ അടയാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മുകളിലായിട്ടൊരു ടീ ഇടുന്നത്. ആ ടീ നമ്മൾ ഒട്ടിച്ച് കൊടുക്കുന്നില്ല. ടാങ്കിലേക്ക് വെള്ളം വന്ന് ചാടാനുള്ള 1 ഇഞ്ച് പൈപ്പ് കണക്ട് ചെയ്തു. അതേപോലെ തന്നെ ടാങ്ക് നിറഞ്ഞാൽ വെള്ളം പുറത്തേക്ക് ചാടാനുള്ള ഓവർഫ്ലോയുടെ പൈപ്പും കണക്ട് ചെയ്തു. ഇത് 3/4 ഇഞ്ച് പൈപ്പാണ് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ ടാങ്കിൻ്റെ അടിയിലേക്ക് വെള്ളം ഇറങ്ങുന്ന പൈപ്പിൻ്റെ ഏറ്റവും മുകളിലായിട്ട് വെച്ചിട്ടുള്ള ടീയുടെ മേലെയായിട്ട് 2 പൈപ്പിൻ്റെ കഷ്ണങ്ങളും വെച്ച് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചൊന്നും അതിലേക്ക് പാറ്റ പോലെയുള്ള ഒന്നും അതിലേക്ക് കയറി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അങ്ങനെ വാട്ടർ പമ്പ് ഓൺ ചെയ്ത് ടാങ്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് പുറത്തുള്ള സ്റ്റാൻഡിങ് ടാപ്പുകൾ ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിന് സ്റ്റീലിൻ്റെ സ്റ്റാൻഡിങ് ടാപ്പുകളാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ആദ്യകാലങ്ങളിലൊക്കെ ഇരുമ്പിൻ്റെ സ്റ്റാൻഡിങ് ടാപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഇരുമ്പിൻ്റെ സ്റ്റാൻഡിങ് ടാപ്പ് ഇപ്പോഴും കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഉപയോഗിക്കാറില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇരുമ്പിൻ്റെ പൈപ്പ് ഒരു കൊല്ലമൊക്കെ കഴിയുമ്പോൾ അതിൽ നിന്നും വരുന്ന വെള്ളത്തിന് ഒരു ചുഴ ഉണ്ടാവും. അതേപോലെ തന്നെ ഈ വെള്ളം നമുക്ക് കുടിക്കാനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കാലം കഴിയുമ്പോൾ തുരുമ്പടിച്ച് പൊട്ടിപ്പോവുകയും ചെയ്യും. ഈ സ്റ്റീലിൻ്റെ ടാപ്പുകൾക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല. മാത്രമല്ല കുറേ കാലം ഈട് നിൽക്കുന്നുണ്ട്. ഈ സ്റ്റാൻഡിങ് ടാപ്പിൻ്റെ അടിയിലായിട്ട് ഞാൻ PN60 എൽബോ ആണ് കണക്ട് ചെയ്തിട്ടുള്ളത്. ബ്രാസിൻ്റെ എൽബോയും കൊടുക്കാറുണ്ട്. ബ്രാസിൻ്റെ എൽബോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അതേപോലെ തന്നെ കോട്ടൺ വേസ്റ്റ് ചുറ്റി ഷെല്ലാക്കി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഈ PN60 എൽബോ കണക്ട് ചെയ്യുന്നത്. അതേപോലെ തന്നെ മുകളിലുള്ള സോക്കറ്റ് കണക്ട് ചെയ്യുന്നതിന് ത്രെഡ് ടാപ്പ് മാത്രമേ ചുറ്റിയിട്ടുള്ളൂ. ഷെല്ലാക്കാക്കുന്നില്ല. ഷെല്ലാക്കാക്കി കഴിഞ്ഞാൽ ആ ഒരു ഭാഗം ഒരു വൃത്തി ഉണ്ടാവില്ല. അതുകൊണ്ട് ത്രെഡ് ടാപ്പ് മാത്രമേ ചുറ്റുന്നുള്ളൂ. ലീക്ക് ഉണ്ടെങ്കിൽ അപ്പോൾ നമുക്ക് ഷെല്ലാക്കാക്കി കൊടുക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. തൽക്കാലം ഈ സ്റ്റാൻഡിങ് ടാപ്പിൻ്റെ അടിഭാഗം ഞാൻ കുറച്ച് മണ്ണിട്ട് മൂടുകയാണ്. അതിനുശേഷം നമുക്ക് ടാപ്പിൻ്റെ മുകൾ ഭാഗം, അതായത് ഈ പൈപ്പ് വരുന്ന ഭാഗം കഴിഞ്ഞ് കുറച്ച് ഭാഗം നമ്മളൊന്ന് കോൺക്രീറ്റ് ഇട്ട് ഉറപ്പിക്കേണ്ടതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് ഓടിച്ച് കാണിക്കുകയാണ്. ടാങ്കിൻ്റെ ഇപ്പോൾ നിങ്ങൾ കാണുന്ന വലത് സൈഡിലുള്ളത് ടാങ്കിൽ നിന്നും ഇറങ്ങുന്നതും ഇടത് സൈഡിലുള്ളത് ടാങ്കിലേക്ക് വെള്ളം ചെല്ലാനുള്ളതുമാണ്. അതിതാ ഇങ്ങനെ വന്ന് നേരെ കിണറ്റിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്. ഈ പൈപ്പിന് കുറച്ച് ഇപ്പുറത്തായിട്ട് ഞാനൊരു ടീ കണക്ട് ചെയ്തിട്ട് കുടിവെള്ളം ഡയറക്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 3/4 ഇഞ്ച് പൈപ്പ് നേരെ സിങ്കിലേക്ക് കൊണ്ടുപോയി അവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ടാങ്കിൽ നിന്നും ഇറങ്ങുന്ന വലത് സൈഡിലുള്ള പൈപ്പ് ടാങ്കിൽ നിന്നും വെള്ളം ഇറങ്ങുന്നതിനുള്ളതാണ്. അത് മെയിൻ വാൾവിൻ്റെ മുകളിലായിട്ടൊരു ടീ ഇട്ട് ടാങ്ക് കൈക്ക് വിടുക എന്നുള്ളൊരു വാൾവും, അതേപോലെ തന്നെ മെയിൻ വാൾവിൽ നിന്നുള്ള പൈപ്പ് നേരെ അടിയിലേക്ക് ഇറങ്ങി
45കളൊക്കെ കണക്ട് ചെയ്ത് നേരെ ഇപ്പുറത്തായിട്ടൊരു ടീ ഇട്ടിട്ട് ആ ടീയിൽ നിന്നും ഒരു ടാപ്പിലേക്ക് ഈ കിണറിൻ്റെ ഭാഗത്തായിട്ട് ഒരു ടാപ്പ് വെക്കുന്നതിന് അങ്ങനെ പൈപ്പ് കൊണ്ടുപോയിട്ടുണ്ട്. അതേപോലെ തന്നെ നേരെ ഇങ്ങനെ പോരുകയാണ്. ഈ ബാത്റൂമിൻ്റെ ഭാഗങ്ങളും സിങ്കിലേക്കുള്ളതും ഇവിടെ ഒരു ടീ കണക്ട് ചെയ്തിട്ട് സിങ്കിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ട്, എല്ലാ സമയത്തും വെള്ളം കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ സിങ്കിൽ 2 പൈപ്പുണ്ട്. അതുപോലെ ഈ ഭാഗത്തായിട്ടൊരു സ്റ്റാൻഡിങ് ടാപ്പ് കൊടുത്തിട്ടുണ്ട്, പാത്രം മോറാൻ അതുപോലെ അലക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. പിന്നെ ഇങ്ങനെ പോരുകയാണ്. ഇവിടെയൊക്കെ 1 ഇഞ്ച് പൈപ്പാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. 1.25-നെ 1 ഇഞ്ചാക്കിയിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഈ ബാത്റൂം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ബാത്റൂമിലേക്ക് സെപ്പറേറ്റ് ഒരു വാൾവും കണക്ട് ചെയ്തിട്ടുണ്ട്. ബാത്റൂമിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ അത് പൂട്ടിയിടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെപ്പറേറ്റ് വാൾവ് കൊടുക്കുന്നത്. അതിനുശേഷം ഈ ബാത്റൂം കഴിഞ്ഞതിന് ശേഷം 3/4 ഇഞ്ചാണ് പിന്നെ പോകുന്നത്. ഈ പോകുന്നത് ഒരു ബാത്റൂമിലേക്ക് മാത്രം ഉള്ള പൈപ്പാണ്. അപ്പോൾ ഈ ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ വന്ന് ഈ ഒരു ബാത്റൂമിൻ്റെ ലാസ്റ്റിലെ ബാത്റൂമിൻ്റെ ഭാഗത്ത് നിന്ന് അവസാനിക്കുകയാണ്. ഈ ബാത്റൂമിലും ഇതേപോലെ തന്നെ ഒരു വാൾവ് ഞാൻ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലോസറ്റ് ഫിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പിൻ്റെ നേരെ മേലെ കറക്റ്റായിട്ട് അതിൻ്റെ വാഷറെല്ലാം വെച്ച് നമ്മൾ മാർക്ക് ചെയ്യുകയാണ്, പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്യുകയാണ്. അതിനുശേഷം നമ്മൾ ഡ്രില്ല് കൊണ്ട് ഹോളടിച്ച് അതിൽ ഫിക്സ് ഇട്ട് സ്ക്രൂ ഇട്ട് ടൈറ്റ് ആക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനുള്ള സ്ക്രൂവും ഫിക്സും എല്ലാം ക്ലോസറ്റിൻ്റെ കൂടെ തന്നെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഈ 4 ഇഞ്ച് പൈപ്പിൽ കണക്ട് ചെയ്യാനുള്ള വാഷറും കിട്ടുന്നുണ്ട്. ഇതൊരു സൈഫോണിക് ക്ലോസറ്റാണ്. ഈ സൈഫോണിക് ക്ലോസറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം മതി എന്നുള്ളതാണ് കമ്പനി പറയുന്നത്. കുറച്ച് വെള്ളം നമ്മൾ ഫ്ലഷ് ചെയ്താൽ തന്നെ ഇതിലുള്ള മുഴുവൻ വേസ്റ്റും കുഴിയിലേക്ക് പോകും എന്നുള്ളതാണ്. ക്ലോസറ്റിന് 2 സ്ക്രൂ ആണ് വരുന്നത്. ആ 2 സ്ക്രൂവും ഇടുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ സിലിക്കോൺ കൊണ്ട് ഒട്ടിച്ചും കൊടുക്കുന്നുണ്ട്. ഈ സിലിക്കോൺ കൊണ്ട് ഒട്ടിക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആവശ്യം വന്നാൽ പറിക്കാനും അധികം റിസ്ക് ഇല്ല. അതേപോലെ തന്നെ ക്ലോസറ്റിൻ്റെ സൈഡിലൊന്നും ചളി പിടിക്കാതിരിക്കാനും ഇത് സഹായിക്കും. സാധാരണ യൂറോപ്യൻ ക്ലോസറ്റുകളെ അപേക്ഷിച്ച് ഈ സൈഫോണിക് ക്ലോസറ്റിന് ചെറിയ ഒരു ദോഷം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ സൂട്ട് പോലെയുള്ള എല്ലാ യൂറോപ്യൻ ക്ലോസറ്റിലും നമ്മൾ ഫ്ലഷ് ചെയ്യുന്ന സമയത്ത് വെള്ളം ഫ്ലഷ് ടാങ്കിൽ നിന്നും ക്ലോസറ്റിലേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിൽ ഈ സൈഫോണിക് ക്ലോസറ്റിൽ നമ്മൾ ഫ്ലഷ് അടിക്കുന്ന സമയത്ത് നമുക്ക് കാണുന്ന രൂപത്തിൽ പുറത്തുകൂടി വെള്ളം വരും. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാണാത്ത രൂപത്തിൽ ഈ ക്ലോസറ്റിലെ വേസ്റ്റ് വാട്ടർ വരുന്ന ആ ഒരു ഭാഗത്തേക്കും കുറച്ച് വെള്ളം പോകുന്നുണ്ട്. അപ്പോൾ ക്ലോസറ്റിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ, ഈ ഫ്ലഷ് ടാങ്കിന് കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞാൽ, ഫ്ലഷ് ടാങ്കിൻ്റെ ആ വാഷറിലായിട്ട് എന്തെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ വെള്ളം ലീക്കായി പോകുന്നത് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണാൻ പറ്റില്ല. ടാങ്കിൽ നിന്ന് വെള്ളം ലീക്കായി പോകുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഈ ഒരു സൈഫോണിക് ക്ലോസറ്റുകൾക്ക്. ഈ ടൈപ്പിലുള്ള ക്ലോസറ്റുകൾ ഒരു 2-3 അളവിലുള്ളത് മാത്രമേ നമുക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഏത് അളവിലുള്ളതാണ് നമ്മൾ വെക്കുന്നത് അതിനുള്ള അളവിൽ നമ്മൾ ബാത്റൂമിൻ്റെ ഉള്ളിൽ പ്ലംബിങ് ചെയ്യുന്ന സമയത്ത്, ടൈലിടുന്നതിന് മുമ്പുള്ള വർക്ക് നമ്മൾ ചെയ്യുന്ന സമയത്തിന് നമ്മൾ ഏത് ക്ലോസറ്റ് വെക്കണം എന്നുള്ളത് തീരുമാനിക്കണം. അതായത് 4 ഇഞ്ച് ക്ലോസറ്റ്, പിന്നെ 4 ഇഞ്ച് കഴിഞ്ഞാൽ പിന്നെ 8 ഇഞ്ച്, 9 ഇഞ്ച്, പിന്നെ 12 ഇഞ്ച്, ഈ അളവുകളിലാണ് വരുന്നത്. അങ്ങനെ ക്ലോസറ്റ് നമ്മൾ ഉറപ്പിച്ച് കഴിഞ്ഞു. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ക്ലോസറ്റിൻ്റെ അടപ്പാണ്. ഇതൊരു പ്രത്യേക രീതിയിലുള്ള മെക്കാനിസമാണ് ഇതിൽ പ്രവർത്തിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ സ്ക്രൂ ടൈറ്റ് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടെ ഇതിൻ്റെ ഉൾവശം വികസിച്ച് വരികയാണ്. അങ്ങനെയാണ് ഈ സ്ക്രൂ അവിടെ ടൈറ്റായി കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത് ഹെൽത്ത് പോസ്റ്റാണ്. ഇതിൻ്റെയൊക്കെ സ്ഥാനം നമ്മൾ ബാത്റൂമിൻ്റെ അകം ടൈലിടുന്നതിന് മുമ്പ് പ്ലംബിങ് ചെയ്യുന്ന സമയത്ത് തന്നെ തീരുമാനിക്കണം ഓരോന്നിൻ്റെയും സ്ഥാനം എവിടെ വെക്കണം എന്നുള്ളത്. ഇനി നമ്മൾ ഫിറ്റ് ചെയ്യാൻ പോകുന്നത് വാഷ് ബേസ് ആണ്. ഇതൊരു ക്യാബിൻ ടൈപ്പ് വാഷ് ബേസ് ആണ്. ഒരു ആവറേജ് മീഡിയം ക്വാളിറ്റിയുള്ള ഒരു ക്യാബിൻ ടൈപ്പ് വാഷ് ബേസ്. ക്യാബിനെ ചുമരിൽ ഉറപ്പിച്ച് വെച്ചതിന് ശേഷം, ലെവൽ ചെയ്ത് ഉറപ്പിച്ച് വെച്ചതിന് ശേഷം നമ്മൾ ഈ ബേസ് അതിൻ്റെ മേലെ ജസ്റ്റ് വെക്കുക. അതിനുശേഷം സിലിക്കോൺ ഇടുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ വാഷ് ബേസിലായിട്ട് നമുക്ക് ബേസിൻ്റെ ടാപ്പ്, അതേപോലെ തന്നെ വേസ്റ്റ് പോകാനുള്ള വേസ്റ്റ് കപ്ലിങ് എല്ലാം ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം ഈ വേസ്റ്റ് കപ്ലിങ്ങിൽ നന്നായിട്ട് ഈ വാഷർ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതല്ല ലീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈറ്റ് ആകുന്ന ഭാഗത്ത് കുറച്ച് ത്രെഡ് സീൽ ടാപ്പ് ചുറ്റി ഒന്ന് ഷെല്ലാക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. 85 സെൻറ്റിമീറ്റർ മുതൽ 90 സെൻറ്റിമീറ്റർ വരെ ഹൈറ്റിലാണ് ഞാൻ സാധാരണ വാഷ് ബേസുകളെല്ലാം ഫിറ്റ് ചെയ്യാറുള്ളത്. വാഷ് ബേസ് വെക്കാനുള്ള ആ ക്യാബിന് നമ്മൾ ഹോളുകളെല്ലാം കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോളുകൾ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം കറക്റ്റ് ഒരു പോയിൻ്റ് മാത്രമേ കാണുള്ളൂ. അപ്പോൾ അവിടെ നമ്മളൊരു പ്ലസ് ആക്കിയിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു മാർക്കിങ് നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് തെറ്റിപ്പോവാതിരിക്കാനായിട്ട് സഹായിക്കും.
ബേസിൻ്റെ മേലെ വെക്കാനുള്ള കണ്ണാടിയും ബേസിൻ്റെ കൂടെ തന്നെ കിട്ടുന്നതാണ്. അതേപോലെ തന്നെ ബാത്റൂമിനകത്ത് നമുക്ക് വെക്കാനുള്ള സോപ്പ് ട്രേ, ടവൽ റാഡ്, അതേപോലെ തന്നെ അടുക്കളയിൽ വെക്കുന്ന പാത്രങ്ങളെല്ലാം വെക്കാനുള്ള സാധനം അതെല്ലാം പ്ലംബർമാർ തന്നെയാണ് ഫിറ്റ് ചെയ്യാറുള്ളത് പൊതുവേ. അപ്പോൾ ഈ സോപ്പ് ട്രേ വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സോപ്പ് വെള്ളം ചാടുന്നത് ആ വേസ്റ്റ് ബാത്റൂമിൽ വേസ്റ്റ് പോകുന്ന ആ ഒരു പൈപ്പിൻ്റെ ആ ഒരു അടുത്തായിട്ട് ഉറപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ടവൽ റാഡ് വെക്കുമ്പോൾ നമ്മൾ ഷവറിൽ കുളിക്കുന്ന സമയത്ത് വെള്ളം ആ ടവൽ റാഡിൽ തട്ടാത്ത ഒരു രൂപത്തിലും വെക്കാം. അപ്പോൾ ടാങ്കിൽ വെള്ളമെല്ലാം ഫില്ല് ചെയ്ത് ഞാൻ ഇപ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ്. വർക്കെല്ലാം കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബാക്കിയുള്ളത് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ടാപ്പുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ബാത്റൂമിൽ ടാപ്പുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ വെള്ളം ഒന്ന് തുറന്ന് വിടുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ ആ ഫിൽറ്ററിലൊന്നും അതുപോലെ ടാപ്പിൻ്റെ ഉള്ളിലൊന്നും ചെളി പോയിട്ട് അടയാതിരിക്കാനായിട്ട് സഹായിക്കും. നമ്മൾ ഈ പൈപ്പ് മണ്ണിലൂടെ ഇടുന്ന സമയത്ത് കുറച്ചെങ്കിലും ചെളി അതിൻ്റെ അകത്തേക്ക് കയറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ച് വെള്ളം തുറന്ന് വിട്ടതിന് ശേഷം ടാപ്പുകളെല്ലാം ഫിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. ഒരു വീടിൻ്റെ പ്ലംബിംഗ് എന്നല്ല, ഏതൊരു വർക്കും ഓരോ വർക്കേഴ്സും ഓരോ രീതിയിലാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ കാണിച്ചിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന രീതിയാണ്. പലരും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. ഇതിനേക്കാൾ വൃത്തിയായിട്ട് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും. എങ്കിലും ഒരു വീടിൻ്റെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഐഡിയ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. പ്ലംബിങ്ങിലെ എക്സ്പേർട്ടുകൾ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ, ഞാൻ ചെയ്തതിൽ എന്തെങ്കിലും തിരുത്തലുകൾ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും ഫാൾട്ടുകൾ ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്താണ്. അതേപോലെ തന്നെ പുതിയ വീഡിയോ എന്തെങ്കിലും ചെയ്യേണ്ടതുമായിട്ട് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ, നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. 100% യൂസ്ഫുൾ ആവുന്ന പുതിയ വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിലെ വീഡിയോകൾ കാണുന്ന 69% ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അടുത്ത ശനിയാഴ്ച. ഗുഡ് ബൈ. ഈ ചാനലിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന വീഡിയോകൾ മാത്രമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സീ യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ.